जरा भवर है चंचल लहरे. സാധാരണ ഇതിൽ ഇവിടെ ഹേമന്തും വിസ്മയും അവരാണ് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു ചേഞ്ചിന് വേണ്ടി ഞാൻ അവരെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. പ്ലീസ് കം, പ്ലീസ് കം. ഹേമന്ത് ആൻഡ് വിസ്മയ കൈയടി കൊടുക്കൂ. Thank you so much, sir. It's a privilege. ഹേമന്ത് ആൻഡ് വിസ്മയ, മധുവിധുവിൽ എന്താണ് ഇത്ര പ്രത്യേകത നിങ്ങൾ കാണുന്നത്? പ്ലീസ്. മധുവിധുവിൽ ഞാൻ കാണുന്ന പ്രത്യേകത, ഓഫ് കോഴ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ജോണറാണ് ഷറഫുദ്ദീന്റെ കോമഡി സിനിമകൾ. ഷറഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടറിന്റെ കോമഡി സിനിമകൾ. അദ്ദേഹം വളരെ വെർസറ്റൈൽ ആക്ടറാണ്. അഞ്ചാം പാതിര ആവട്ടെ, അല്ലെങ്കിൽ നമുക്ക് ഭരതനാവട്ടെ, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. പക്ഷെ എന്നാൽ പോലും റൈറ്റ് ആൻസർ കൈയ്യിൽ കൊടുക്കൂ. ഓക്കേ വിസ്മയ, എന്താണ് മധുവിധുവിൽ പ്രതീക്ഷ? എന്താണ് കാണുന്നത്? മധുവിധുവിൽ പ്രതീക്ഷ തന്നെ ഷറഫിക്ക, ജഗദീഷ് ഏട്ടൻ, സായി കുമാർ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ. വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും കോമഡി പ്രതീക്ഷിക്കുന്നുണ്ട്. കോമഡി തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള ഉത്തരമാണ്. മാർക്ക് കൊടുത്തേക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവരുടെ റോള് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഞാനൊന്ന് ചെയ്യാം. വിത്ത് യുവർ പെർമിഷൻ. വിത്ത് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഞാനൊരു കലാകാരനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതായത് അദ്ദേഹം സിനിമയിൽ വന്ന ആദ്യത്തെ ഒരു ഷോട്ട് ഉണ്ട്. അതായത് ഒരു ലോങ് കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിൽ ഒരു ലോങ് കോട്ട് ഇട്ടിട്ട് ഇൻട്രൊഡ്യൂസിംഗ് സായ് കുമാർ എന്ന് കാണിച്ചപ്പോൾ ഒരു ഫീലിംഗ് ഉണ്ട്. യെസ്, with a big round of applause, ladies and gentlemen, please welcome Sai Kumar, the one and only Sai Kumar, please. Sai Kumar mic കൊടുക്കൂ. Yes, Sai. നമുക്ക് ഇരിക്കാം അല്ലേ? ഇത് എല്ലാവരും ഇരിക്കൂ. ഇത് നമ്മുടെ സ്വന്തം വീട് പോലെ കണക്കാക്കാം. ഇവിടെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും വേണ്ട. സായി എന്നോട് ചോദിക്കാനുള്ള എല്ലാം സായിക്ക് ചോദിക്കാം. ഞാൻ സായിയോട് ചോദിക്കാനുള്ള എല്ലാം ഞാനും ചോദിക്കാം. ജഗദീഷ്, ഞാനൊരു കാര്യം ചോദിക്കുന്നത് വേറെ. നമ്മൾ ഒരുപാട് കോമഡി ഇതുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് വളരെയേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നു, ഇപ്പൊ വന്നിട്ടുള്ള സിനിമകളിൽ കാണുന്ന തരം കോമഡിയിൽ നിന്ന് ഈ മധുവിധു എന്താണ് വ്യത്യസ്തമായി മാറുന്നത്? ഓക്കെ, നല്ല ചോദ്യം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മധുവിധു സാധാരണ കോമഡി ചിത്രങ്ങളിൽ നിന്നും എത്രത്തോളം അല്ലെങ്കിൽ എങ്ങനെ ഡിഫറന്റ് ആണ് എന്നാണ് സായി ചോദിക്കുന്നത്. ഞാൻ വ്യക്തമായ ഉത്തരം തരാം. ഒന്ന്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ അല്ല മധുവിധുവിനുള്ളത്. ട്രെയിലർ കണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കും. ആ രീതിയിലല്ല കഥ മൂവി എന്നത്. ഇത് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഒന്ന്. 2, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാം കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നിന്ന് അടുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ്. അതില് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അതിപ്പോ ഒരു അല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നത് അല്ല. എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നും. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും, കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായികയെ കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ഇതിന്റെ അസീസിന്റെ നല്ല കോമഡി. അസീസിനെ സംബന്ധിച്ചിടത്തോളം അസീസിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ്. അസീസിന്റെ സെലക്ഷൻ ഓഫ് റോൾസ്, ആ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അസീസിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതില് അത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, അസീസിന്റെ കോമഡി ഉണ്ട്. അതെല്ലാം സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ വേറൊരു സസ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്തൊരു ക്യാമിയോ, ചെറിയ ഒരു വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ കണ്ടാൽ, ഞാൻ ഇന്ന് പറയുന്നു, നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരൊറ്റ സീൻ നോക്കിക്കോളൂ. അതില് ബിന്ദു പണിക്കർ ഇട്ടിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് തീർച്ചയായിട്ടും ചിരി ഉണർത്തും. എക്സ്പീരിയൻസ്, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ് വരൂ. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തോ ഇടതുഭാഗത്തോ എവിടെ വേണമെങ്കിലും ഇരിക്കാം.
ഞാൻ പെട്ടെന്ന് മാറിത്തരാം. ഹേമന്ത് and വിസ്മയ, please. പ്ലീസ്. ബിന്ദുവിനെ നമ്മൾ കോമഡി രൂപത്തിൽ കണ്ടിട്ടുണ്ട്, സീരിയസ് വേഷത്തിൽ കണ്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റിന്റെ മികച്ച ക്യാരക്ടർ ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയാ, ഏത് വേഷവും ഇതിന് ഒരു റോള് വിഷ്ണു അരവിന്ദും ബിബിനും ജയവിഷ്ണു ഒക്കെ സംശയം പ്രകടിപ്പിച്ചു, ഇത്ര ചെറിയ വേഷം ബിന്ദു ചെയ്യുമോ? പക്ഷെ ബിന്ദു ഒരു മടിയും കൂടാതെ, അത് കല്യാണി ഉള്ളത് കൊണ്ടല്ല കേട്ടോ, ആ വേഷം ചെയ്തു. ആ വേഷം ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് ബിന്ദുവാണ് ചെയ്യേണ്ടത്. അത്ര ഒരു ചെറിയ അപ്പിയറൻസ് ആണെങ്കിൽ പോലും അതിനകത്ത് കുറച്ച് സാങ്കത്യമുള്ള ഒരു കഥാപാത്രം. അപ്പൊ ഇതൊക്കെയാണ്. ഇനി ഒന്നോ രണ്ടോ, ഇനി ബിന്ദുവിനെ ചോദിക്കാനുള്ള, എന്നോട് ചോദിക്കാനുള്ള ചോദിക്കാം, സായിയോട് ചോദിക്കാനുള്ള ചോദിക്കാം. സായിയുടെ വീട്ടിൽ വെച്ച് ചോദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചോളൂ. ചോദിച്ചോട്ടല്ലേ, എന്നുള്ള അവസരമല്ലേ. സായി ഉത്തരം മുട്ടിക്കരുതേ പ്ലീസ്. ജഗദീശന്റെ എന്താ പറയാ, നല്ല വാക്കുകൾക്ക്, സ്നേഹം നിറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. പിന്നെ എനിക്ക് ഇവരോടൊക്കെ എന്താ ചോദിക്കാം, എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റുകളാണ്, നിങ്ങളെ പോലെ തന്നെ ഞാനും കണ്ടു വളർന്നതാണ്. പിന്നെ എനിക്ക് പ്രത്യേകം ചോദിക്കാനൊന്നുമില്ല ജഗദീശേട്ടാ, വീട്ടിൽ തന്നെ ഉള്ളത്. അല്ല, ഈ സിനിമയെ കുറിച്ചുള്ള ബിന്ദുവിന്റെ പ്രതീക്ഷകൾ എന്താണ്? എനിക്ക് ഇത് എപ്പോഴും സ്പെഷ്യൽ തന്നെയാണ്. ഞങ്ങളുടെ മോള് ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ, പിന്നെ എല്ലാവരും അതൊന്ന് കാണുക എന്ന് പറയുന്നത് ഏതൊരു ആർട്ടിസ്റ്റിനേക്കാൾ ഉപരി ഒരു അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് കാണുമ്പോൾ അതൊരു വലിയ സന്തോഷമാണ്. ഒരു അമ്മയുടെ പ്രതീക്ഷ അല്ലേ, ഒരു അമ്മയുടെ സന്തോഷം, അതൊക്കെയാണ് നാളെ പൂവണിയാൻ പോകുന്നത്. തീർച്ചയായിട്ടും. സായി, മധുവിധു കഥ കേട്ടല്ലോ. ആദ്യം സായിയുടെ വീട്ടിൽ ചെന്ന് കഥ പറഞ്ഞപ്പോ സായി വളരെയധികം ഗൗരവത്തോടെ കേട്ടു. പിന്നീടാണ് പറഞ്ഞത്, സായി ചേട്ടന് വേണ്ടിയല്ല ഈ കഥ പറയുന്നത്, കല്യാണിക്ക് വേണ്ടിയാണ് കഥ പറയുന്നത്. സായിക്ക് ചെറിയൊരു നിരാശ തോന്നിയിട്ടില്ല കേട്ടോ, പക്ഷെ കാരണം പെട്ടെന്ന് തന്നെ വേറെ വേഷം വന്നു. അതുകൊണ്ട് സായി, കഥ കേട്ടതിൽ നിന്നും സാക്ഷാത്കാരത്തിൽ എത്തി നിൽക്കുമ്പോ എന്താണ് സായിക്ക് പറയാനുള്ളത്? ഇല്ല, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, മധുവിധു എന്ന് പറഞ്ഞ സിനിമയില് ആദ്യം കഥ പറയാൻ വരുന്നത് മോളെടുത്താണ്, കല്യാണിനടുത്താണ്. അപ്പോ ഇതില് ആരാണ് അച്ഛന്റെ ക്യാരക്ടർ എന്നൊന്നും എനിക്കറിയില്ല. ഷറഫ് ഉണ്ടെന്നറിയാം, സത്യത്തിൽ മറ്റുള്ള ആരും ഉണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇവളുടെ ഒരു ഷൂട്ടിങ്ങിനെ കൊണ്ടുവന്ന് പൂജയ്ക്ക് അവിടെ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്തിലാണ് ഡയറക്ടറും നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും കൂടെ വന്നിട്ട്, ചേട്ടാ ഇതിനകത്ത് മാർക്കോസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഞാൻ അതാരാണ്, അത് നായികയുടെ അച്ഛന്, അതൊന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചത് ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് ചോദിച്ചു. എന്നുവെച്ചാൽ മോൾ അഭിനയിക്കുന്നതിന്റെ പേര് അഭിനയിച്ചു അല്ല ചേട്ടാന്നോ. പിന്നെ അങ്ങനെ അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നത്. കഥ കേട്ടപ്പോ അത് ചെയ്യാതെ വിടുന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നി. ഇതുകൊണ്ടാണ് ഞാൻ ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രധാന കാരണം. പിന്നെ തീർച്ചയായിട്ടും ഷറഫിന്റെ കൂടെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തത്, ഫസ്റ്റ് ഫിലിമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കലാകാരനാണ് ഷറഫുദ്ദീൻ. അത് ആദ്യത്തെ സിനിമ മുതൽ ഞാൻ ശ്രദ്ധിച്ചതാണ്. മറ്റേ ആ കുതിരയൊക്കെ നിന്നിട്ട് വന്നിട്ട് ആ സ്നാക്സ് ഒക്കെ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടാണ്. അന്ന് ഇയാളിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചാണ്. അതനുസരിച്ച് തന്നെ ജഗദീശ് നേരത്തെ പറഞ്ഞ ഷോൾഡർ ചെയ്യാൻ മിടുക്കനായ ഒരു കലാകാരൻ തന്നെയാണ്. നമുക്കൊരു നല്ലൊരു കലാകാരനെയാണ് കിട്ടിയിരിക്കുന്നത്. ഒപ്പം ഷറഫിന്റെ ഒപ്പം തന്നെ എന്റെ മോക്കും അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞങ്ങളുടെ മോക്കും കൂടെ അഭിനയിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നേരിട്ടൊരു എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട്. പിന്നെ ജഗദീഷ് ഞാനും ഏതാണ്ട് ഒരു വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഇൻഡസ്ട്രി വന്നിട്ട്, അത്രയേ ഉള്ളൂ. ജഗദീഷ് 40 വർഷം ആയിട്ടുണ്ടാവും, ഞാനൊരു 39 വർഷത്തോളമായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോ ആ വ്യത്യാസത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കഥാപാത്രം ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ കൂടെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കൗതുകം ഉണ്ടല്ലോ, അതൊരെന്താ പറയാ, ആ ഒരു സന്തോഷമാണോ, അത് എന്താണ് അതിന്റെ ആ വികാരത്തിന്റെ പേര് എനിക്കറിയില്ല. അത് ദൂരെ നിന്ന് നോക്കി കാണുമ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഉണ്ടാവുന്ന ഒരു സന്തോഷവും, ഇതൊക്കെയാണ് മാർക്കോസിനെ ചെയ്യാനുള്ള കാരണം. ബിന്ദു, 2 വാക്കോടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരത്തെ പറയാനായിട്ട് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത ചോദ്യം വന്നു, അതുകൊണ്ടാണ്. എന്താ പറയാ, എല്ലാവരും പോലെ തന്നെ സന്തോഷം. പിന്നെ ഷർഫിന്റെ കൂടെ ഞാനും പടങ്ങൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് സന്തോഷം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഉള്ളതിൽ
ഒരുപാട് സന്തോഷം. ഓക്കെ, എന്നാ നിങ്ങൾക്ക് വേണ്ടി ഈ സായി കുമാറിനും ഷറഫുദ്ദീനും വേണ്ടി ഞാൻ 4 വരി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തെങ്കിലും കാരണം പറഞ്ഞ് എനിക്ക് 4 വരി പാടണം, അതേ ഉള്ളൂ. അപ്പൊ 4 വരി. രാത് അന്ധേരി दूर किनारा तेरे सिवा अब कौन सहारा, चंचल लहरें गहरा भंवर है, चंचल लहरें गहरा भंवर है, कश्ती न डूबे मन में डर है, नैया पार लगाना ओ साथी प्रीत की रीत निभाना, ओ राही रे राही रे, चाहे बड़े मिट जाना ओ साथी प्रीत की रीत निभाना. താങ്ക് യു. എനിക്ക് ഷറഫുദ്ദീനെ ക്ഷണിക്കണം എന്നുണ്ട്, പക്ഷെ ആങ്കേഴ്സിന് വിഷമാവും. അവര് ഇതിലെ ഹീറോയെ കാര്യമായിട്ട് വിളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഹേമന്ത് വിസ്മയം റെഡി ആയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആ ജോലി ഞാൻ ഏറ്റെടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച്. എല്ലാവരും കാണുക, മധുവിത് കാണുക, വിലയിരുത്തുക, നിങ്ങളുടെ വിമർശനങ്ങൾ, അഭിനന്ദനങ്ങൾ എല്ലാം രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും വൈകിയാണെങ്കിൽ എല്ലാവർക്കും വിശ്വാസംസകൾ. ഈ പടം നിങ്ങൾ കാണുക, ഫാമിലി ആയിട്ട് പോയി തന്നെ കാണുക. ഇതിന് വേണ്ടുന്ന വിജയങ്ങൾ നിങ്ങൾ തന്നെ തരിക, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക. നന്ദി, നമസ്കാരം.